ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇപ്പം മഴക്കാലമായതുകൊണ്ട് എലികളുടെ പല്ലികളുടെ പാറ്റകളുടെ എല്ലാ ശല്യം, അതുപോലെ തന്നെ അട്ട, പുഴു, ചിലന്തി ഇതെല്ലാം വളരെ ശല്യമായിട്ട് കൂടിയിരിക്കുന്ന സമയത്ത് ഇതുങ്ങളെ തൊടുത്തുള്ള അടിപൊളി ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വേണ്ടത് ഇവിടെ ഒരു നാരങ്ങയാണ് വേണ്ടത്. ഇപ്പം ഞാൻ 2 നാരങ്ങ എടുക്കുന്നുണ്ട്. ഈ 2 നാരങ്ങ ഒന്ന് നമുക്കിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ എടുക്കണമെന്നൊന്നും ഇല്ല, നമുക്കിത് ഉണങ്ങിയ നാരങ്ങയാണേലും മതി കേട്ടോ. അപ്പോൾ ഇത് 2 എണ്ണം കൂടെ ഞാൻ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമുക്കിത് പിഴിഞ്ഞെടുക്കേണ്ട, അരച്ച് വേണം ഇത് എടുക്കാനായിട്ട്. പിന്നെ മിക്സിയുടെ ജാറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ 2 നാരങ്ങ ഒന്ന് കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. അതിന് ശേഷം നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് ഒന്ന് അരിച്ചൂടെ ഒഴിച്ചെടുക്കണം കേട്ടോ. എന്നാലേ ഇതിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൂ. വീട്ടിൽ ഈ മഴക്കാലം ആയതുകൊണ്ട് കയറി വരുന്ന കീടങ്ങൾ, അതുപോലെ തന്നെ അട്ട, ഉറുമ്പ്, ചെലന്തിയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ ചെലന്തി വലയൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്കൊന്ന് സ്പ്രേ അടിച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു ചെലന്തി പിന്നെ അവിടെ വരുത്തേ ഇല്ല. അത്രയ്ക്കും നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ഈ വേസ്റ്റ് നമുക്ക് കളയൊന്നും വേണ്ട കേട്ടോ. ഇത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ അല്ലെങ്കിൽ എലി പല്ലിയൊക്കെ വരുന്ന സാധ്യതയുള്ള ഏത് വശത്താണോ അവിടേക്ക് കൊണ്ടുവെക്കാം. അപ്പോൾ ഒരു സ്മെല്ല് അടിച്ചിട്ട് ആ വശത്ത് എലി വരത്തില്ലെന്ന് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം നമുക്ക്. പിന്നെ അത് നല്ലപോലെ അരിച്ചെടുത്തിട്ട് കൈകൊണ്ട് അത് ഞെവടി കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി വേണ്ടത്, മെയിനായിട്ട് വേണ്ടത് പാറ്റാഗുളികയാണ്. എല്ലാവരുടെ വീടുകളിൽ കാണും പാറ്റാഗുളിക. പാറ്റയെ തുരത്താൻ മാത്രമല്ല, ഇങ്ങനെ എലികളെ, പാമ്പുകളെ, അതുപോലെ പല്ലി, പാറ്റാനെയൊക്കെ തുരത്താൻ വളരെ നല്ലതാണ് ഈ ഒരു പാറ്റാഗുളിക. ഇത് 2 ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ച് ആ വെള്ളത്തിലേക്ക്, നമ്മുടെ നാരങ്ങ അരച്ച ആ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ഷാമ്പു ആണ്, ഒരു കവർ ഷാമ്പു ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഒരു ഷാമ്പു ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഷ് വാഷ് ലിക്വിഡ് ആണെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു കുപ്പിയിലേക്ക്, സ്പ്രേ ബോട്ടിലേക്ക് അടിച്ചു വിട്ടേണ്ടതുണ്ട്. എന്നിട്ട് വേണം നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ എലികളുടെ ശല്യമൊക്കെ ആകുമ്പോൾ ഫുഡിൽ എല്ലാത്തിലും ഒരുപാട് കയറി ഇറങ്ങി ഫുഡ് കാര്യങ്ങളൊക്കെ നശിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ തറവാട് പോലത്തെ തട്ടുള്ള വീടുകളിലൊക്കെ ആണെങ്കിലും, ആളനക്കം ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും ഈ എലിയുടെ ശല്യം ഭയങ്കര കൂടുതലാണ്. അതുപോലെ കൃഷിസ്ഥലങ്ങളെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള വശങ്ങളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് വെച്ചാൽ മതി. അത്രയ്ക്ക് എഫക്റ്റാണ്. ഇതിൻ്റെ ഒരു സ്മെല്ല് അടിച്ചിട്ട് ആ വശങ്ങളിൽ വരത്തില്ലെന്ന് ഉറപ്പാണ് കേട്ടോ. നമുക്കിത് വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാം 4 വർഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ. കാര്യം ഇപ്പം മഴയല്ലേ, ഈ മഴ ഇതായത് കാരണം പാമ്പുകളൊക്കെ വീട്ടിൽ കയറി വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ കഴിവതും നല്ലപോലെ സൂക്ഷിക്കണം. വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം നമുക്ക് ഇതുകൊണ്ടൊന്ന് തൂകുന്ന നല്ലതാണ്, ഒന്നൊഴിച്ച് വിടുന്നത് നല്ലതാണ്, സ്പ്രേ ചെയ്ത് വിടുന്നത് നല്ലതാണ്. അതുപോലെ ചെടികളൊക്കെ വളർത്തുന്നതിൻ്റെയൊക്കെ ആ സൈഡുകളിലും ആ വശങ്ങളിലെല്ലാം കൊണ്ട് ഒഴിച്ചു വിടുന്നത് നല്ലതാണ്. ചെടിയുടെ സൈഡിലോട്ടൊക്കെ ഒഴിച്ചു വിടും. ചെടിയിലൊന്നും വീട്ടാതെ സൂക്ഷിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഞാനതൊന്ന് അരിച്ചെടുത്തോണ്ട് ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉറുമ്പിനെ തുരത്താൻ വളരെ നല്ല കട്ടുറുമ്പ് പോലെ കടിയനുറുമ്പൊക്കെ നമ്മുടെ വീടിനുള്ളിലുണ്ടെങ്കിൽ ഇപ്പോൾ തണുപ്പ് പറ്റിയിട്ട് ഉറുമ്പിൻ്റെ ശല്യം കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വശങ്ങളിലെല്ലാം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ കുപ്പിയിലേക്ക് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്യാസ് അടുപ്പ്, അതുപോലെ കിച്ചൺ സ്ലാബ്, അതുപോലെ ഡൈനിങ് ടേബിള് ഇതെല്ലാം തുടച്ചിടാൻ വളരെ നല്ലതാണ്. തുടച്ചിടുവാണെങ്കിൽ ആ ഒരു സ്മെല്ല് അടിച്ചിട്ട് ആ വശത്തോട്ട് പല്ലി, എലി, പാറ്റ ഒന്നും വരത്തില്ല. അതിൻ്റെ എന്തെങ്കിലും വന്നാലും അതുപോലെ ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ പറന്ന് പൊക്കോളൂ. അത്രയ്ക്ക് നല്ല റിസൾട്ട്. പിന്നെ പൊടിയിച്ച ഇതൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പം ഞാൻ ഗ്യാസ് അടുപ്പൊന്ന് തുടയ്ക്കാനായിട്ട് പോവാണ്. തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന സൊല്യൂഷൻ ഇത് തന്നെയാണ് കേട്ടോ. അതിനായിട്ട് സോപ്പ് പൊടിയോ സോപ്പോ ഒന്നും ഇനി എടുക്കേണ്ടയും കാര്യമില്ല. ഇതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഗ്യാസ് അടുപ്പ് തുടച്ചെടുക്കാം. അതുപോലെ സിങ്ക് ക്ലീൻ ചെയ്യാം, വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറൊക്കെ തുടയ്ക്കാം. ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാനും വളരെ നല്ലതാണ് കേട്ടോ. ഫ്ലോർ തുടയ്ക്കുന്ന കൊടുത്ത് കുറച്ചൊന്ന് ഈ ലോഷൻ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് തുടച്ചാൽ മാത്രം മതി. നല്ല റിസൾട്ടാണ്. അപ്പോൾ അതിൽ കൂടെ വരുന്നേ ഉറുമ്പ്, പാറ്റ ഒന്നും തറവരിയൊക്കെ വരുമ്പോൾ ഒരു സൈസ് ചെള്ള് പോലത്തെ ഒരു ഇതുണ്ട്. ഇപ്പം ഈ ഒരു ശല്യം ഭയങ്കര കൂടുതലാണ്. ഈ വെട്ടമൊക്കെ അടിച്ച് ബൾബിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതാണ് ആ ഒരു കരിഞ്ചെള്ള് പോലത്തെ സാധനം. അതൊക്കെ പോകുന്നതാണ്. അതൊന്നും ആ വശത്തോട്ട് പോലും വരത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ സിങ്ക് ക്ലീൻ ചെയ്യാണ്ട് കണ്ടില്ലേ, ഇപ്പം കുറേയൊക്കെ പിടിച്ചിറക്കുന്ന സിങ്കാണ്. ഈ സിങ്ക് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യാതൊക്കെ ഇടുവാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ ഇതൊന്ന് കുറച്ച് ഒഴിച്ചിട്ട് രാത്രിയിൽ ഒഴിച്ചിട്ടിട്ട് കിടക്കുവാണെങ്കിൽ തന്നെ നല്ല റിസൾട്ടാണ്. അതിലൊന്നും പാറ്റ കയറി ഇറങ്ങും ഒന്നും
ചെയ്യത്തില്ല, നല്ല ക്ലീൻ ആയിട്ട് കിടക്കും. അത് മാത്രമല്ല ഇപ്പം വരുന്ന അട്ട, പുഴു, ഒച്ച് ഇതൊക്കെ വരുന്നത് തണുപ്പ് പറ്റിയിട്ട് കയറി വരുന്നതാണ്. അതിനെല്ലാം തുരുത്താൻ വളരെ നല്ലതാണ്. പിന്നെ ആ ഒരു സൊല്യൂഷൻ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി വിടുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് അതൊന്ന് ഒഴിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഇപ്പം സിങ്കിൻ്റെ ഭാഗമൊക്കെ നല്ല തണുപ്പ് പറ്റിയൊക്കെ ഇരിക്കുന്നതാണ്. പല്ലി, പാറ്റ, അതുപോലെ നമ്മുടെ ഭിത്തിക്കൊക്കെ എന്തെങ്കിലും വിള്ളൽ പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് വേണം. അതിനകത്ത് കയറിയിരിക്കുന്ന അട്ട, പുഴു അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും പാറ്റയൊക്കെ പെറ്റി വരിക ഇരിപ്പുണ്ടായിരിക്കും, അതെല്ലാം ചത്തു പോകാൻ സഹായിക്കുന്നതാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ കിണറിൻ്റെ ഒക്കെ സൈഡിൽ ഇതുപോലത്തെ ഇപ്പോൾ പുഴു എല്ലാവരുടെ വീടുകളിലും കാണും അല്ലേ. ഇപ്പോൾ തണുപ്പല്ലേ, അപ്പോൾ അത് ഇതുപോലത്തെ പുഴു ഇഷ്ടം പോലെ നമ്മുടെ ഭിത്തിയിലെല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതുങ്ങളൊക്കെ ഒറ്റ സ്പ്രേ തന്നെ നമുക്ക് തുരത്താൻ പറ്റും. ചത്ത് പൊക്കോളും, ഒറ്റ സ്പ്രേ തന്നെ ചത്ത് പൊക്കോളും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളും ചെടിയുടെ അവിടെ എല്ലാം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വീടൊക്കെ തുടയ്ക്കുമ്പോൾ കുറച്ച് സൊല്യൂഷൻ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് തുടച്ചും കൂടി എടുക്കാം. അപ്പോൾ ഇതിൽ പല്ലിയാണെങ്കിലും പാറ്റ ആണെങ്കിലും അതുപോലെ ചെറിയ ചെറിയ പ്രാണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോകുന്നതായിരിക്കും. അത് മാത്രമല്ല കൊതുകിനെ തുരുത്താനും വളരെ നല്ലതാണ്. ഈ ഭിത്തികളിലെല്ലാം ഇങ്ങനെ കൊതുക് വന്ന് ഒട്ടിയിരിക്കും, നമുക്കറിയത്തില്ല. ജനൽ ഭാഗത്തൊക്കെ സ്പ്രേ ചെയ്ത് വിടും, നല്ലതാണ്. പിന്നെ കുറച്ച് സൊല്യൂഷൻ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒന്ന് തുടച്ചുകൂടെ കൊടുക്കുന്നുണ്ട്. നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. ഇതിലിപ്പോൾ മെയിനായിട്ട് നാരങ്ങയുടെ ഒരു സ്മെല്ലും അതുപോലെ തന്നെ പാറ്റ ഗുളികയുടെ ഒക്കെ ഒരു സ്മെല്ലും ഒക്കെ അടിച്ചിട്ടാണ് ഇതുങ്ങളൊന്നും ഈ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കയറാത്തത്. അതാണ് നമുക്ക് ഈ വീട് തുടയ്ക്കാനും വളരെ നല്ലതാണ്. അപ്പോൾ പാറ്റാ ഗുളികയുടെ ഒരു സ്മെല്ല് വീടിനുള്ളിലെല്ലാം നിൽക്കത്തൊന്നുമില്ല. അതിന് പകരം നാരങ്ങയുടെ നീരും കൂടെ നല്ലൊരു എഫക്റ്റാണ് തരുന്നത്. നാരങ്ങയുടെ നീരും പാറ്റാ ഗുളികയും കൂടെ ചേരുമ്പോഴത്തേക്കും പാറ്റാ ഗുളികയുടെ ആ സ്മെല്ല് ഉണ്ടാകില്ല കേട്ടോ. പകരം നാരങ്ങയുടെ ഒരു സ്മെല്ലാണ് നമ്മുടെ വീടിൻ്റെ അകം മുഴുവനും പരത്തുന്നത്. നല്ല സുഗന്ധം നിറയും, അത്രയ്ക്ക് നല്ല ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം, നമ്മുടെ വീടൊക്കെ വെട്ടിത്തിളങ്ങി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ചെടികളൊക്കെ വളർത്തുന്നവരായിരിക്കും, വീട്ടമ്മമാരൊക്കെ നല്ലപോലെ ചെടികളൊക്കെ വളർത്തുന്നവരായിരിക്കും. എല്ലാം ഒരുപാട് പൂക്കളും ചെടികളും ഒക്കെ വളർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഇതെല്ലാം വന്ന് എലികൾ, പെരിച്ചാരികൾ, കൂടുതൽ പെരിച്ചാരികളാണ് നശിപ്പിച്ചിടും. അപ്പോൾ നമുക്ക് ഇതുങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ ഈ ഒരു സൊല്യൂഷന് ഈ ചെടിച്ചട്ടിക്ക് ഉള്ളിലേക്ക് ഒഴിക്കാതെ ചെടി ഇരിക്കുന്ന വശങ്ങളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് വിടുക. അതുപോലെ തന്നെ പറമ്പുണ്ടെങ്കിൽ പറമ്പിൽ പാമ്പ് അങ്ങനെ ഒന്നും കയറി വരാതിരിക്കാനും പെരിച്ചാരികളൊന്നും വീട്ടിനുള്ളിലേക്കൊന്നും കയറി വരാതിരിക്കാനും അഥവാ പരിസരങ്ങളിലുണ്ടെങ്കിൽ തന്നെ വീട് പരിസരം വിട്ടു പോകാനും ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചിട്ടാൽ മാത്രം മതി. അപ്പോൾ നിങ്ങനെ ഒരുപാട് പറമ്പുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളവർ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കും. പാമ്പൊക്കെ വരാൻ സാധ്യത കൂടുതലാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കുക. അത് പാറ്റാ ഗുളികയുടെ ഒരു സ്മെല്ലടിച്ചിട്ട് പാമ്പുകൾ ആ വശത്ത് വരത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ ഇങ്ങനെ ചപ്പൊക്കെ കൂട്ടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ചെടിക്ക് ചുവട്ടിലെല്ലാം നമ്മൾ ചപ്പെല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട്. ആ സൈഡുകളിലെല്ലാം നമ്മളിങ്ങനെ ആ ഒരു സ്പ്രേ ചെയ്താൽ മാത്രം മതി. വീട്ടിനുള്ളിലേക്ക് ഇതൊന്നും കയറി വരുത്തില്ല, വീടിൻ്റെ പരിസരം വിട്ട് വരെ പോകുന്നതാണ്. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. എലികളൊക്കെ കയറി നശിപ്പിക്കാൻ ചാൻസ് ഉള്ളതാണ് നമ്മുടെ പൂന്തോട്ടവും കാര്യങ്ങളും എല്ലാം. അതൊക്കെ നശിപ്പിക്കാതിരിക്കാൻ ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. വിഷാംശങ്ങളൊന്നും വെക്കാതെ തന്നെ നമുക്ക് ഇതുങ്ങളെ വീട്ടിൽ നിന്ന് പരിസരത്ത് നിന്ന് തുരത്തി ഓടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.